ബൈനാൻസ് എക്സ്ചേഞ്ച് പുതിയതായിട്ട് യൂസേഴ്സിന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. കാരണം റെഗുലേഷൻ്റെ ഭാഗമായിട്ട് അവർ സഹകരിക്കാത്തതുകൊണ്ട് ഇന്ത്യയിൽ ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോറുകളിൽ നിന്നൊക്കെ അത് റിമൂവ് ആയി. പിന്നീട് അവരതുമായിട്ട് സഹകരിച്ച വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്ചേഞ്ചിൽ റിലേറ്റഡ് എന്തെങ്കിലും നെഗറ്റീവ് ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് നമ്മുടെ ഫണ്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ എക്സ്ചേഞ്ചസ് ഒന്നും തന്നെ റെഗുലേറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വെസറെക്സ് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് നമ്മൾ കോഴ്സിൽ ഈ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ INR ഡെപ്പോസിറ്റും വിഡ്രോയിലൊക്കെ ഉണ്ട്. എന്നാൽ ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഒരിക്കലും ഫ്യൂച്ചർ ട്രേഡിങ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന മറ്റേ ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോഴ്സിൽ 2 എക്സ്ചേഞ്ചസ് ആഡ് ചെയ്തത്, ഒന്ന് നമുക്ക് INR ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവലിൻ്റെ ആളുകൾക്ക് വേണ്ടിയിട്ടും 2 ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബൈനാൻസുമാണ് ഫ്യൂച്ചർ ട്രെൻഡിന് വേണ്ടി. അപ്പോൾ ഈ ബൈനാൻസ് സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ അത് ആക്സസബിൾ ആയതുകൊണ്ടും അതൊരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വോളിയം ഉള്ളതുകൊണ്ടുമാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മളൊരു മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് മാറാമെന്ന് പറയുന്നത് നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം ഇന്ന എക്സ്ചേഞ്ച് ട്രേഡ് എടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ബൈനാൻസും ഈ പറഞ്ഞ പോലെ വെസറെക്സുമാണ് പഠിച്ചതെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 2 എക്സ്ചേഞ്ചസും ഇല്ലാത്തൊരു രാജ്യത്താണ് ലീവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കത്തൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ട്രേഡ് എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റിൽ മാത്രം കണ്ടാൽ മതി. അതില്ലാന്നുണ്ടെങ്കിൽ മറ്റൊന്ന്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ റീജിയണിൽ എന്താണോ എക്സ്ചേഞ്ച് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കുക. ഇപ്പോൾ ബൈനാൻസ് നിങ്ങളുടെ റീജിയണിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താണോ മറ്റൊന്ന് അത് ഉപയോഗിക്കുക. ഒരുപാട് ആളുകൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ ട്രേഡിങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ചേഞ്ചാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. ഈ എക്സ്ചേഞ്ചും ബൈനാൻസും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഏകദേശം സെയിം തന്നെയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും സെയിമാണ്. കുറച്ച് വ്യത്യാസങ്ങൾ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലുണ്ടെന്ന് മാത്രം. ബൈനാൻസിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടവർക്ക് ഇത് കാണുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് ബൈബിറ്റ് എന്നാണ് എക്സ്ചേഞ്ചിൻ്റെ പേര്. ഇതൊരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങളുടെ മെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ബെറ്റർ മെയിൽ ID വെച്ചിട്ട് ചെയ്യുന്നതാണ്. ശേഷം നിങ്ങൾ KYC ചെയ്യണം. ബൈനാൻസിൻ്റെ ട്യൂട്ടോറിയൽ കണ്ട പോലെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈലിലെ വെരിഫിക്കേഷൻ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങളുടെ ID കാർഡ്, ഫോട്ടോ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. പാസ്പോർട്ടോ ആധാർ കാർഡോ ID കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഡോക്യുമെൻ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഏകദേശം KYC ഒരു 1 ഹവറിനുള്ളിൽ നിങ്ങൾക്ക് സക്സസ് ആവുന്നതായിരിക്കും. KYC ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് P2P കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. P2P കുറച്ച് ഈ പറഞ്ഞ പോലെ ഇല്ലീഗലായിട്ടുള്ള മണീസൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ഫ്രീസിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് P2P ഞാനിപ്പോൾ അങ്ങനെ പരമാവധി റെക്കമെൻഡ് ചെയ്യാറില്ല. INR ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എപ്പിസോഡ് 35 വെസറെക്സിൽ INR ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോയിൽ ഇന്ന് കോഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പിസോഡ് 31 ഓൺ റാമ്പ് വഴി ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോയിൽ ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി P2P തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈനാൻസിൽ നമ്മൾ P2P ചെയ്ത പോലെ തന്നെയാണ് ഇതിലും P2P എന്ന് നമ്മളൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഹോം പേജിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് എടുക്കുക. P2P ആണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ P2P എടുക്കുക. ഇവിടെ നിന്നും നിങ്ങൾ P2P ചെയ്യേണ്ട ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരുപാട് ആളുകൾ വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ടാവും. നമുക്കിപ്പോൾ നിലവിൽ ഇനെലിജിബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. എലിജിബിൾ ആയിട്ട് കാണിക്കുന്നവർക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ബൈ ഓർഡർ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ബൈ കൊടുത്ത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ P2P ചെയ്യുന്നതിൻ്റെ റിസ്ക് നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുക INR ഡെപ്പോസിറ്റ് തന്നെയാണ്.